ഇന്ന് ഞങ്ങളുടെ വീടിൻ്റെ അടുത്തുള്ള ശിവക്ഷേത്രത്തിൽ ആനയൂട്ടാണ് കേട്ടോ. അപ്പോൾ വടക്കുന്നാഥല്ല ആനയൂട്ട് മിസ്സായി. ഇതെന്തായാലും കാണാമെന്ന് വെച്ചിട്ട് നേരത്തോടെ പണികളൊക്കെ കഴിച്ച് വെച്ചിട്ട് ഇറങ്ങിയിട്ടാണ്. അപ്പോൾ അവിടെ ചെന്നപ്പോൾ ഗണപതി ഹോമം കഴിഞ്ഞു കേട്ടോ. കഴിഞ്ഞ സമയമായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഉള്ളിലൊക്കെ കയറി തൊഴുതത് ഇതെവിടെയാണ് കേട്ടോ ഗണപതി ഹോമം കഴിഞ്ഞത്. അപ്പോൾ അവിടെയൊക്കെ തൊഴുത് പ്രസാദമൊക്കെ മേടിച്ച് നിന്നു കേട്ടോ. അപ്പോൾ നിന്നപ്പോഴൊന്നും ആനയൂട്ട് ഇപ്പോൾ തുടങ്ങിയില്ല, 9 മണിയാവുമെന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ അവിടെ അടുത്ത് തന്നെയാണ് വട്ടപ്പിന്നി അമ്പലം. അപ്പോൾ അവിടെ പോയി തൊഴാമെന്ന് വിചാരിച്ചിട്ട് അങ്ങോട്ട് പോയിട്ടാണ്. അപ്പോൾ നന്ദു അങ്ങോട്ട് വരാമെന്ന് പറഞ്ഞു ട്യൂഷൻ കഴിയുമ്പോൾ. അപ്പോൾ നന്ദു ഞങ്ങൾ തൊഴുതിറങ്ങിയപ്പോഴാണ് നന്ദുവിനെ കണ്ടത്. അപ്പോൾ നന്ദു തൊഴാൻ പോയി. അപ്പോൾ തുമ്പിക്കാണെങ്കിൽ അത് ഈ തീർത്ഥം കണ്ടിട്ടുണ്ടെങ്കിൽ അതിങ്ങനെ കുടിച്ചുകൊണ്ടിരിക്കണം കേട്ടോ. അവൾ അങ്ങനെ കുടിക്കട്ടെ എന്ന് വെച്ചിട്ട് ഞാൻ ഫോട്ടോ ഒക്കെ എടുത്ത് അങ്ങനെ നിന്ന് കഴിഞ്ഞപ്പോണ്ട് തുമ്പിക്കാണെങ്കിൽ ഒരു സ്ഥലത്ത് അടങ്ങി നിൽക്കില്ല അവൾ. അതിൻ്റെ പിന്നാലെ കുഞ്ഞനിങ്ങനെ നടക്കായിരുന്നു കേട്ടോ. പിന്നെ ഈ രാമായണ മാസമായ കാരണം ഈ ചേച്ചിമാർ രാമായണം വായിക്കാനായിട്ട് വരും കേട്ടോ. അപ്പോൾ തൊഴുതൊക്കെ കഴിഞ്ഞിട്ട് അവർ രാവിലെ വന്നൊരു 10-11 മണി വരെയൊക്കെ അവരിരുന്ന് വായിക്കും കേട്ടോ അമ്പലത്തിൽ. അത് കഴിഞ്ഞപ്പോഴേക്കും നന്ദു തൊഴുതൊക്കെ ഇറങ്ങി. അപ്പോൾ ഇത് ധൻവന്തിൻ്റെ അമ്മാമ്മയാണ് കേട്ടോ, ബാമേച്ചിയാണത്. ബാമേച്ചിയുടെ കൂടെയാണ് നന്ദു അമ്പലത്തിലേക്ക് വന്നത്. അങ്ങനെ അവരെ കൂടെ ഞങ്ങൾ ശിവൻ്റെ അമ്പലത്തിലേക്ക് എത്തി. അപ്പോൾ ആനയുടെ വണ്ടി കിടക്കണുണ്ട്. ഇപ്പം തന്നെ മനസ്സിലായി ആന വന്നിട്ടുണ്ടെന്ന്. അപ്പോൾ വേഗം തന്നെ അമ്പലത്തിൻ്റെ ഉള്ളിൽ കയറിപ്പിണ്ട് ഇവിടെ വന്ന് നിൽക്കണ്ടിട്ടാ. നല്ലൊരു കുട്ടി ആനയായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞ് സൂമിയും ധൻവന്തൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളെ കണ്ടിട്ടില്ല കേട്ടോ. ഞങ്ങൾ ഈ ആനയുടെ ഇങ്ങനെ തുമ്പിക്കൈ കൊണ്ട് ഇങ്ങനെ തരാൻ ഇങ്ങനെ തായോ എന്നിങ്ങനെ കാണിച്ച് നിൽക്കണിട്ടാന. അപ്പോൾ പാപ്പ വേഗം പുല്ലൊക്കെ കൊണ്ടുവച്ചു. അപ്പോൾ ആനയൂട്ടെന്ന് പറഞ്ഞിട്ട് അതിനെ കൊണ്ടുവന്നിട്ട് പറ്റിക്കണ പോലെ തോന്നായിരുന്നു കേട്ടോ. അതിന് ഒന്നും കൊടുക്കാണ്ടിരിക്കുമ്പോഴേ അതിനാണെങ്കിൽ വിശന്നിട്ടാന്ന് തോന്നുന്നുണ്ട്. തുമ്പിക്കൈ കൊണ്ട് കണ്ട ഇങ്ങനെ കാണിച്ചു കൊണ്ടിരിക്കായിരുന്നു കേട്ടോ. നല്ല രസമായിരുന്നു അത് കണ്ട് നിൽക്കുക. അപ്പോൾ പിന്നെ ഞങ്ങളെ കണ്ടപ്പോൾ ധൻവന്ത് വേഗം വന്ന് വർത്താനൊക്കെ പറഞ്ഞു കേട്ടോ. പിന്നെ അവൻ്റെ ഫ്രണ്ടിനെ കണ്ടപ്പോൾ അവൻ അങ്ങോട്ട് പോയി. അങ്ങനെ ഞങ്ങൾ ഇങ്ങനെ ആന ഇങ്ങനെ തുമ്പിക്കൈ കൊണ്ട് കാണിക്കുന്നത് ഇങ്ങനെ നോക്കി നിൽക്കായിരുന്നു. ഇങ്ങനെ ശരിക്കും ഇങ്ങനെ തായോ എന്നിങ്ങനെ കാണിക്കണ പോലെ. അപ്പോൾ അത് കഴിഞ്ഞത് സമയമായി. ഇപ്പോൾ ആനേനെ ഫ്രണ്ടിലേക്ക് എന്നെ കൊണ്ടുവന്നിട്ട് അപ്പോൾ കണ്ട് ഡാൻസ് കളിക്കണ പോലെയൊക്കെ ഇരുന്നിട്ട് നല്ല നേരം പൊക്കെയായിരുന്നു. അങ്ങനെ ആനയ്ക്ക് ക്ഷമ കെട്ട പോലെ. പിന്നെ സുമ പറഞ്ഞു ഇങ്ങോട്ട് വാടി ഇവിടെ നിന്ന് നല്ലോണം വീഡിയോ എടുക്കാമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ സുമയുടെ അടുത്തേക്ക് പോയിട്ടാണ്. അപ്പോൾ ധന്വന്തിൻ്റെ അമ്മയാണ് കേട്ടോ സുമ. അപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് നോക്കിയപ്പോഴും ആനയ്ക്ക് ക്ഷമ കെട്ട് പാപ്പാനിങ്ങനെ പുല്ലിട്ട് കൊടുക്കാം. പുല്ലൊന്നും വേണ്ട ആനയ്ക്ക്. ആനയൂട്ടെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഒന്നും തരണില്ലല്ലോ എന്നുള്ള വിചാരം തോന്നിട്ട് ആനയ്ക്ക് ഇങ്ങനെ കൈകൊണ്ട് ഇങ്ങനെ കാണിക്കന്നെ തുമ്പിക്കൈ കൊണ്ട്. അപ്പോൾ പൂജകളൊക്കെ തുടങ്ങിയിട്ടാണ് തിരുമേനി വന്നിട്ട്. ഇതൊക്കെ കഴിഞ്ഞിട്ട് വേണമല്ലോ ആനേനെ ഊട്ടാനായിട്ട്. ആനയ്ക്ക് ഇത് വല്ലതും അറിയണം. അപ്പോൾ വേഗം തന്നെ കോടി ഒക്കെ വെച്ചപ്പിണ്ട്. ആ കോടി വെച്ച എല്ലയൊക്കെ എടുത്തിട്ട് ആള് കഴിച്ചു കേട്ടോ. അത് കഴിഞ്ഞത് ഇലയൊക്കെ കാണാനില്ല. അവിടെ നിന്ന് ആ മഞ്ഞപ്പൊടിയും പൊടിയും ഒക്കെ എടുത്ത് ഇങ്ങനെ തിന്നായിരുന്നു കേട്ടോ. പിന്നെ അത് കഴിഞ്ഞ് കളഭം ചാർത്താനായിട്ട് വന്നപ്പോൾ ആളുടെ വിചാരം വായൊക്കെ തുറന്നു ഉരുള കൊടുക്കാനെന്ന് വിചാരിച്ചിട്ട്. പിന്നെ കോടിയൊക്കെ ആനയുടെ തോളത്തൊക്കെ ഇട്ട് കഴിഞ്ഞിട്ട് ആനയ്ക്ക് ഇങ്ങനെ ഉരുള കൊടുത്തുട്ടാ. അപ്പോഴാണ് ഒരു സമാധാനം ആയത്. ആനയ്ക്ക് ഇങ്ങനെ നിന്ന് കൊടുക്കായിരുന്നു കേട്ടോ. വായ ഇങ്ങനെ തുറന്ന് കൊടുക്കായിരുന്നു. പിന്നെ ഇങ്ങനെ തിരുമേനി വെച്ച് കഴിഞ്ഞിട്ടാണ് ബാക്കിയുള്ളവരൊക്കെ ഇങ്ങനെ ഉരുളകളായിട്ട് ഇങ്ങനെ ഓരോരുത്തർ വെച്ചിട്ടാണ് ഫ്രൂട്ട്സും വെജിറ്റബിൾസും അങ്ങനെ കുറേ ഇങ്ങനെ കഷ്ണങ്ങളാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനിടയിൽ ഞാനും കൊടുത്തുട്ടാ. പിന്നെ ഞങ്ങൾക്ക് ഇങ്ങനെ ഒരാശ ആനേനെ തൊടണമെന്ന്. അപ്പോൾ പാപ്പാവിനോട് ചോദിച്ചപ്പോൾ പറഞ്ഞു തൊട്ടോളാൻ. അപ്പോൾ ഞാനും കുഞ്ഞനും തുമ്പിയും കൂടിയിട്ട് ഇങ്ങനെ തൊട്ടുട്ടാ. അപ്പോൾ നല്ല സന്തോഷമായി. ഞങ്ങൾ തൊട്ട് വന്നു. പിന്നെ ഞങ്ങൾ അവിടെ നിന്നില്ല. കഞ്ഞിയൊക്കെ ഉണ്ടായിരുന്നു. കഞ്ഞി കുടിക്കാൻ നിന്നില്ല. ഔഷധ കഞ്ഞിയാന്ന് പറഞ്ഞപ്പോൾ അവർക്കൊന്നും വേണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ വീട്ടിലേക്ക് പോന്നു. അപ്പോൾ വീട്ടിൽ പുട്ടും കടലയും ഒക്കെ ഉണ്ട്. അപ്പോൾ ചായ കുടിക്കാമെന്ന് വിചാരിച്ചിട്ട് വേഗം തന്നെ വന്നു. നല്ല വിശപ്പുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഓക്കെ, ബായ്.